കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത്. അപ്പം അതിനിടയിൽ ഒരനിയന് കാലിലെന്തോ വിളക്കിൻ്റെ എന്തൊരു സംഭവം പരാമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് പ്രവർത്തിച്ച ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതായിട്ട് ഇതിന് വേണ്ടിട്ടൊരു വാള് കൊണ്ടുവന്നേ. ആ വാള് പിടിച്ചോളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുകൊടുക്കുന്നത് ഇതുണ്ടായിരുന്നു. മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരാവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം, മിഥില മിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം, മിഴിമാൻ മിഴിതളി കരിമഷിയാലൊരു പ്രണയം, മൈതിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം. അപ്പം അതിനിടയിൽ ഒരനിയന് കാലിലെന്തോ വിളക്കിൻ്റെ എന്തൊരു സംഭവം പരാമർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ഇത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് കിട്ടണേ ഓരോരുത്തരും. അതായത് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതായിട്ട് ഇതിന് വേണ്ടിട്ടൊരു വാള് കൊണ്ടുവന്നേ. ആ വാള് പിടിച്ചോളൊക്കെ നമുക്ക് അവിടെ കൊണ്ടുകൊടുക്കുന്നത് ഇതുണ്ടായിരുന്നു. ഈ കല്ലടിക്കോട് കൊണ്ടുകൊടുക്കുന്നത് വീട്ടിൽ വെക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നത് വീട്ടിൽ വെക്കുന്നത് നമുക്ക് വിശ്വാസമില്ലാണ്ട് വീട്ടിൽ വെച്ചാൽ നമുക്ക് അങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് കൊണ്ടുകൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല, വീട്ടിൽ വെക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ എങ്കിലും അവിടെ കൊണ്ടുവരുന്നത് അവിടുത്തെ മലയാളത്ത് ഉള്ളത് ഒരു കുട്ടിയിൽ കൊണ്ടുകൊടുത്തു. പക്ഷെ അത് കൊണ്ടുകൊടുത്തതിന് ശേഷം മുകളിലേക്ക് കയറിയില്ല. അവിടെ പോകുന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ളത്. ഇതിന്റെ മുകളിലാണ് അമ്പലം, മലയുടെ മുകളിൽ താഴെയാണ് ഒരു അരക്കുള്ളിലാണ് അവിടുത്തെ ദേവി ഇരിക്കുന്നത്. അത് കൊണ്ടുകൊടുത്തതിന് ശേഷം ഇപ്പൊ അങ്ങനെ ഉറങ്ങുമ്പോ അങ്ങനെ പറയാറുണ്ട് എന്ത് വരാൻ മുകളിലേക്ക്. ഇനി മുകളിലോട്ട് പോകുന്നുണ്ടോ? എല്ലാവർക്കും വരുന്നുണ്ട്. അത് പക്ഷെ പല സന്ദർഭങ്ങളിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. ഓ ഇങ്ങനെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്വപ്നത്തിലൊക്കെ വരുന്ന ഫീല് വരുന്നുണ്ട്. അത് ഒരു അനുഗ്രഹമാണ്. കാരണം ഇത് എല്ലാ ആളുകളും ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇപ്പം തന്നെ 26 ലക്ഷത്തിന് മേലിൽ പോയിട്ടുണ്ട് വീഡിയോ തന്നെ. അപ്പോൾ ആളുകൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു അഡിക്ഷൻ ഉണ്ട് ആ ഒരു പാട്ടിനകത്ത്. ആ ഒരു അവസാനത്തെ താളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രാൻസിലേക്ക് പോകുന്ന രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാടി വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആ ഒരു ട്രാൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങളാണല്ലോ അതിൽ കൂടുതലായിട്ട് അത്രയും എഫേർട്ട് ഇട്ട് ലൈഫ് മൊത്തത്തിൽ അത് സ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ അറ്റാച്ച്മെന്റ് കൂടുതൽ വരുന്നത്. ഇതിലിപ്പോൾ ചെറിയൊരു നെഗറ്റീവ് കമൻറ്റ് വരെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒരു സംഭവം ചെയ്തതിന് ശേഷം നെഗറ്റീവ് കമൻറ്റ്, പക്ഷെ നമ്മൾ അത് അംഗീകരിക്കും. അത് ഏത് നെഗറ്റീവ് കമൻ്റ് ആയാലും ശരി നമ്മൾ അത് അംഗീകരിക്കും. പക്ഷെ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ അത്ര, കാരണം നമ്മൾ പറഞ്ഞല്ലോ ഞാൻ നോക്കിയിട്ട് നെഗറ്റീവ് കമന്റ് ഒന്നും കണ്ടില്ല. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് മൊത്തം കമന്റ് ഏകദേശം എവിടെയെങ്കിലൊക്കെ ഒരെണ്ണം ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഏതാ? 2060 കാണുമ്പോ ഈ കമന്റ് വായിക്കും. 5 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും കാണുമ്പോ എന്റെ കമന്റ് ഫസ്റ്റ് ദിവസം വന്ന കമന്റ്, അത് വീഡിയോ ഇറക്കി അന്ന് വന്ന കമന്റാ. അപ്പൊ അവർക്കറിയായിരുന്നു ഇത് സെറ്റ് ആവും. കാരണം ഒരുപാട് കാത്തിരുന്നു ഈ ആൽബത്തിന് വേണ്ടിയിട്ട്. ഒരുപാട് പേര് റീൽസിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് എന്ന് ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഡേറ്റ് പറയാനായിട്ട് പറ്റണില്ല ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അടുത്തതിന് കറക്റ്റ് ഡേറ്റ് കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ചിലര് ഇതെന്തെങ്കിലും പ്രസവിക്കുമെന്ന് കമന്റ്. അല്ല, ഒരു കുഞ്ഞു പ്രസവിക്കുന്ന ഏതൊരു ക്രിയേറ്റിവിറ്റി ആണെങ്കിലും പാട്ട് ശരിക്കും അങ്ങനെ തന്നെ. മ്യൂസിക് അത് ഒരു തലത്തിൽ, അതിൽ ലിറിക്ക് ഒരു അതിൽ നിന്ന് വരുന്നൊരു സംഭവം തന്നെയാണ് പാട്ട്. എഴുതി തുടങ്ങിയപ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? അങ്ങനെ പാട്ടിൻ്റെതായിട്ടുള്ളൊരു ഇത് ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നൊന്നും ഒരു പിടുത്തുണ്ടായിരുന്നില്ല.
ഞാൻ പാട്ട് എഴുതുന്നത് പ്രണയം ചെയ്യാന്നുള്ള തീരുമാനിച്ചത് ഏതാണ്? ഞാൻ അല്ല പാട്ട് എഴുതുന്നത് ശരിക്കും എപ്പോഴും ഞാനിപ്പോൾ ട്രെയിൻ യാത്രയാണ്. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ട്രെയിനിൽ പോകുമ്പോൾ അതിലാണ് ഞാൻ എഴുത്തിൽ കൂടുതൽ. അപ്പം നമുക്ക് ഫ്രഷ് മൈൻഡ് കിട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ എഴുത്തിലാണ് അപ്പോൾ അത് ആദ്യം ചെയ്തത് ഈ പാട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടുപേര് തന്നെ അഭിനയിച്ചാൽ മതിയെന്ന്. അപ്പം ഇവർക്കൊരു ലവ് സോങ് എന്നുള്ളൊരു രീതിയിൽ പോവാം, അങ്ങനെ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. അപ്പം അതിന് കഥകൾ ചിന്തിച്ച് നിന്നപ്പോൾ ആദ്യം വേറൊരു കഥ വന്നു, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് വേറൊരെണ്ണം എടുത്തു, അതിനും പക്ഷെ അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. പാട്ട് നല്ല ഹൈപ്പിലേക്കും കഥ ഭയങ്കര ഫ്ലോപ്പായി പോകും. അപ്പോൾ പിന്നീടാണ് ഇങ്ങനെ ഒരു കവിത എനിക്ക് തരുന്നത്. ജസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു കവിത തരുന്നു, ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കവിത എടുത്തിട്ട് അതിലൊരു ആത്മാവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു ആത്മാവിനെ, ആ ഒരു കഥേനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് 2 കഥാപാത്രങ്ങളെ കുറിച്ച് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തെന്നുള്ളൂ. അത് വിട്ടിട്ട് ഞാൻ ഈ കഥേനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറി എന്തുകൊണ്ടും ഈ പാട്ടിന് ഇണങ്ങി ചേർന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു ലവ് സോങ് പിന്നെ ഒരു ആത്മീയ സോങ് ആയിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, അതിലൊരു പ്രണയം ഇവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ പാടുമ്പോൾ ഇവനത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വരികൾ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കും അത് പാടാൻ തോന്നണം. അതിൽ ചില വാക്കുകളൊക്കെ പെട്ടെന്ന് കിട്ടി അത് അവർ വായിൽ പാടണം. അതിപ്പോൾ വിനീഷണ്ണൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കട്ടിയുള്ള വാക്കുകളൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ഫോക്ക് സോങ്ങാണ്. അപ്പോൾ നാടൻ രീതിയിലുള്ള ഭാഷകളും അവർ ഉപയോഗിക്കുന്ന വാക്കുകളും അത് മതി എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് അങ്ങനത്തെ ഈ കരിനീലി മറ്റേ നീലമിഴി കണ്ണഴക് അതൊരു പെണ്ണിനെ വർണ്ണിക്കുന്നത് എങ്ങനെയാണോ അത് അതുപോലെ തന്നെയാണ് ചെയ്ത് വെച്ചേക്കണേ. അത് ദേവിയിലേക്ക് വരുമ്പോൾ അതും അഴക് തന്നെയാണ്. കാരണം ഈ മലവാഴാട്ടം നടക്കുമ്പോൾ ദേവി വരുന്ന സങ്കല്പത്തിൽ ദേവിനെ കാണാൻ പ്രത്യേക അഴകാണ്. അത് അവരുടേതായിട്ടുള്ളൊരു മാല, കഴുത്തുള്ള മേലാപ്പ്, കാര്യങ്ങൾ ഇതൊക്കെ മർത്താലിയൊക്കെ വിട്ട് കൈത്താമരയിട്ട് വരുമ്പോൾ ആ വരണ വരവും കാൽച്ചിലമിൻ്റെ താളം കേട്ട് മുല്ലത്തറയ്ക്ക് വരുന്ന ഒരു അഴകുണ്ട്. അത് ഈ നിലാവുള്ള രാത്രിയിലാണ് ഈ പരമാവധി ഇത് നടത്തുന്നത്. ഈ കുരുത്തോലൊക്കെ ഇട്ട് നല്ല ചന്ദനത്തിൻ്റെ ഗന്ധമൊക്കെ ഉള്ള നല്ലൊരു മൂഡ് സിങ്സിലായിരിക്കും ഈ ദേവി ഇങ്ങനെ കയറി വരുന്നൊരു രംഗം. അതുപോലെ തന്നെ എഴുതാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അത് ദേവിയിലൊരു അഴകാണ് വർണ്ണിക്കുന്നത്. അവിടെ പ്രകൃതിയെ കുറച്ചുകൂടെ അതിനകത്തോട്ട് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പഴയ ഗ്രാമീണതയും ഗ്രാമീണ അന്തരീക്ഷവും. സ്റ്റോറി തന്നെ പ്രകൃതിയെ പറ്റിയാണ്. കരിനീല സങ്കല്പം തന്നെ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടും ഇതിനെപ്പറ്റി അന്വേഷിച്ചതും ഇത് തന്നെയാണ്. ആ മലനിരകൾ തന്നെയാണ് കരിനീലി എന്ന സങ്കല്പം. അതുകൊണ്ടാണ് തോന്നുന്നു മുഴുവൻ ഒരു പ്രകൃതിമയമാണ്. ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ, അവിടേക്ക് ഒരു പ്രണയിക്കുന്ന 2 ആളുകൾ, പിന്നീട് കാമുകൻ അച്ഛന്റെ സമ്മർദ്ദത്തിൽ ആത്മഹത്യ ചെയ്യുന്നു, കാമുകി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഭഗവതി ഒന്ന് രക്ഷിക്കുന്നു. പക്ഷെ കഥ സിമ്പിൾ ആണെങ്കിലും ആ ഒരു പാട്ടിന്റെ താളം കൂടെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊള്ളിക്കുന്നത്. വിനീഷേട്ടൊന്നും പറയില്ല. ഞാൻ സത്യം മ്യൂസിക് ഇത് വരാൻ കാരണം ഒരു 3 വർഷം മുന്നേ മണ്ഡലം മാസത്തിൽ ചിന്തുപാട്ടുണ്ടാവും. ഞാൻ ചിന്തുപാട്ടിന് പോണത് ഇപ്പൊ ഈ കൊല്ലം 30ാമത്തെ വർഷമാണ്. അപ്പോൾ ചിന്തുപാട്ട് എന്ന് പറയുമ്പോൾ മണ്ഡലം മാസത്തില് അയ്യപ്പമ്പളത്ത് വെക്കുന്നുണ്ട് ശാസ്ത്രപാട്ട്. ചിന്തുപാട്ടിന് ഞങ്ങൾക്ക് പ്രോഗ്രാം തൃശ്ശൂർ ഭാഗത്ത് എവിടെയായിരുന്നു. അപ്പം അന്ന് സന്ധ്യക്ക് എഴുന്നള്ളിപ്പുണ്ട്. എഴുന്നള്ളിപ്പിന് എല്ലാവരും ചിന്തുപാടി അമ്പലത്തേക്ക് പോണൊരു ഇതുണ്ട്. 3-4 കിലോമീറ്ററോളം ഉണ്ട് വഴി. അങ്ങനെ പാട്ടുപാടി പോയി ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ദേവിയുടെ ഒരു 4 വരിയും ട്യൂണും മനസ്സിൽ വന്നു. അപ്പോൾ അത് ഞാൻ ചിന്തിൽ പാടി 1 കിലോമീറ്ററോളം ഈ പല്ലവി മാത്രം വേറെ വരികളൊക്കെ ആയിട്ട് പാടി. അങ്ങനെ പാടിയാണ് സ്റ്റാർട്ടിങ് ആയിട്ട് ഇത് വരുന്നത്, ഈ ട്യൂൺ വരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് സേതുനോട് പറഞ്ഞു പാട്ട് ട്യൂണുണ്ട്. അപ്പോൾ സേതുനുള്ള അങ്ങനെ ഇഷ്ടമായി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കരിനീലി പാട്ടിൻ്റെ തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറൊരു പാട്ടിന് വിനോദേട്ടൻ്റെ ഒരു പാട്ട് പാടാൻ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനെ പാട്ട് ട്യൂണിട്ട് അനുകൂട്ടുന്നുണ്ട് ഞാനത് ട്രാക്ക് പാടിക്കുന്നത്. അപ്പം അന്ന് പല്ലവി മാത്രമേ ഉള്ളൂ, അനിപ്പല്ലവി ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ അന്ന് തന്നെ വെച്ചിട്ട് ഞാൻ പല്ലവി ചെയ്തു, അങ്ങനെ വരി എഴുതി ട്രാക്ക് അന്ന് പാടി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ 3 വർഷം സെറ്റ് ആയത്. ഈ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടോട്ടലൊരു ഫോക്കിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ശ്രീഭദ്ര ഫോക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഫോക്ക് എന്ന് പറഞ്ഞൊരു
കാളകളി സംഘം എന്നൊക്കെ പറയും. അതായത് ഈ കാവുകളിലും അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് കാളകളി അങ്ങനെ വേലകളിയൊക്കെ നടത്തുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ ആ ടീമിൽ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും. അതുപോലെ തന്നെ ഓണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണം കളി എന്ന് പറഞ്ഞൊരു സംഗമമുണ്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്ക്. അപ്പോൾ അവിടെ നാദം നെല്ല എന്ന് പറയുന്നൊരു ടീമുണ്ട്. ആ ടീമിനും കൂടെ എല്ലാത്തിനും കൂടെയുള്ള അംഗങ്ങൾ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ സ്വതവേ ഞങ്ങളുടെ ഒരു ഫോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോക്കിന് തന്നെ ഞങ്ങളുടെ ആശാന്മാരായിട്ടുള്ള വിനോദ് നെല്ലായി, വിനയ് നെല്ലായി, അങ്ങനെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരുടെ ഇതിലാണ് ഞങ്ങൾ. പിന്നെ ഷൈജു ഏട്ടൻ എന്ന് പറയുന്നത് കരിങ്കാളി മ്യൂസിക് ഡയറക്ടറല്ലേ ഷൈജു അവറൻ, പുള്ളിക്കാരനൊക്കെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ നിലയിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള മെയിൻ കാരണം. അപ്പോൾ അവരൊക്കെ തന്നിട്ടുള്ള ഈണങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അവർ തന്നിട്ടുള്ള വരികളും പിന്നെ പ്രദീപ് ഇരിഞ്ഞാലോട് വന്നിട്ടുള്ള ഒരു മാനൻ്റെ എഴുത്തുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെയുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ പാട്ടുകൾ ഇത് തന്നെ അല്ലാതെ ഇതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. കരിങ്കാളിയിൽ ഒരു പാടിയിട്ടുള്ള ആളാണ് ഒരു പോർഷൻ ആള് പാടിയത്. ഏത് പോർഷനാണ്? സ്റ്റാർട്ടിങ് പാടിക്കണേ ഞാനും പിന്നെ അനൂപ് പുതിയ മ്യൂസിക് ഡയറക്ടർ ഷൈജു അവറൻ. രണ്ടുപേരും ഒന്ന് പാടാമോ? വേതാളമേറിയാളി വാഴുക ദേവി, ഹരമകളാടിയുലഞ്ഞാടി വാഴ്ക വാഴ്ക തമ്പുരാട്ടിയേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നീരാട് നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവെറ്റിയ വറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്, ജടക്കിട്ടിയ കാമുടിക്കെന്തിനി മുല്ലപ്പൂ മലര്. കലിത്തുള്ളിയ കാളിതൻ കാലിൽ തങ്കപ്പൊൻചിലമ്പ്, തുടികൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളിപ്പ 5.5 കോടി ജനങ്ങളായിപ്പോ. അല്ല ഇതാണെങ്കിലും ഇപ്പോ കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ കരിനീലി എന്ന് പറയുന്ന. കുറച്ച് ദിവസം തന്നെ 10-24 ലക്ഷം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോ നല്ല രീതിയിലുള്ള പ്രേക്ഷക സാധ്യത ഉണ്ടാവുന്നതന്നെ. ഇൻസ്റ്റാഗ്രാം മുഴുവൻ ട്രെൻഡിങ് ആണ്. അപ്പോ ഇവിടുത്തെ വിഷ്വൽസ് മാത്രമല്ല ബാക്കിയുള്ള കുറെ വിഷ്വൽസും കൂടെ റീ-റിലീസ്, അതായത് റീൽസ് വീണ്ടും അവര് തന്നെ ചിത്രീകരിച്ച് അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഈ സംഗീതത്തെ പറ്റി അറിയുന്നതും യൂട്യൂബിൽ വന്നിട്ട് അന്വേഷിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത മേഖലയിലേക്ക് ആൾക്കാർ പാട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ വണ്ടികൾ, ഇപ്പോൾ ബസ്, ഓട്ടോറിക്ഷ, ഒരു വണ്ടി ഓടിക്കുമ്പോൾ റീൽസാണ് ഈ പാട്ട് വെച്ചിട്ട് നടക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പെണ്ണുങ്ങളൊക്കെ ഒരുപാട് വേഷമൊക്കെ മാറി ചേഞ്ച് ചെയ്ത് തരുന്നു. അതുപോലത്തെ പിന്നെ ഒരുപാട് കൈക്കുട്ടികളി ടീമുകളുണ്ട്, വനിതകൾ ട്രൂപ്പുകൾ, അവരും ഒരുപാട് പേര് എടുത്തിട്ട്. ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞാണ് ഇപ്പൊ ഉത്സവത്തിനൊക്കെ ഇനി ഇതാ വേറൊരു പാട്ടും കൂടെ ആയിട്ടുള്ളത്. നമ്മുടെ ഉത്സവ സീസണൊക്കെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പാട്ടുകളും ആ ഒരു താളത്തിൽ ഇങ്ങനെ നമുക്ക് ലയിച്ച് പോകാൻ കഴിയുന്ന പ്രൈവറ്റ് ബസ് പറഞ്ഞത്. പ്രൈവറ്റ് ബസ്സിൽ കേട്ട് വന്ന ആൾക്കാരുണ്ട് എന്നുള്ള കമന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫീല് തരുന്നൊരു സോങ്ങാണ്. എന്ത് തോന്നുന്നു ഇപ്പോ? സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി പുതിയ പ്രൊജക്ടുകൾ എന്തെങ്കിലും? ഇനിയിപ്പോ ഓണം വരുന്നുണ്ട്. ഓണത്തിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. ഫീൽഡ് ഇതാണല്ലോ. ഓണത്തിന് ഓണക്കളി ഞങ്ങൾക്ക് ട്രൂപ്പുണ്ട്, നാദം മാർട്സ്. അപ്പോൾ നമ്മൾ ഈ പാട്ടിറങ്ങിയത് നാദം മാർട്സ് പറഞ്ഞാൽ അതിന് ഞങ്ങളത് ഈ ഓണക്കളി ടീമിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു ചാനലാണത്, നാദം മാർട്സ്. അതിൽ തന്നെയാണ് ഈ കരിനീലി ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുന്നേ ഞങ്ങൾ മൈഥിലിപ്പെണ്ണ് എന്നൊരു സോങ് ഇറക്കിയിട്ടുണ്ട്. അത്യാവശ്യം മില്യൺ അടിച്ചാണ്, 1.5 മില്യൺ അടിച്ച സോങ്. അത്യാവശ്യം എല്ലാ ജനങ്ങളും ഏറ്റെടുത്തൊരു പാട്ട് കൂടിയാണത്. ഒരു പാട്ടും കൂടെ എല്ലാവരും കൂടെ പാടിയാലോ? മൈഥിലി പെണ്ണിന്റെ കാണാം.
മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരാവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാർത്തി നല്ല സിന്ദൂരം. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം. മിഥില മിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം, മിഴിമാൻ മിഴിതളി കരിമഷിയാലൊരു പ്രണയം. മിഥില മിഴിപ്പൂവാടിയിൽ മധു തേടിയ ശലഭം, മിഴിമാൻ മിഴിതളി കരിമഷിയാലൊരു പ്രണയം. കിന്നാരം ചൊല്ലുന്ന സുന്ദരി പെണ്ണിന് മിന്നാരം ചൂടിയ കല്യാണം, കുപ്പി വളക്കിലുക്കി നാണിക്കാൻ നിൽക്കാതെ നാറു ചെമ്പകപ്പൂമലരേ. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം. സീതേ കണ്ണിമലരെ മൃദുമന്ദാകിനി കൊലുസേ, അഴകേവൻ ശില്പം അതു നീയല്ല മൃദുലേ. സീതേ കണ്ണിമലരെ മൃദുമന്ദാകിനി കൊലുസേ, അഴകേവൻ ശില്പം അതു നീയല്ല മൃദുലേ. സീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുവാൻ ആരും കൊതിക്കുന്ന കല്യാണം, സ്വയംവര ശരമായി വിരലു നീ എന്നെന്നും താതനെന്നും നീ ദേവി. മൈഥിലി പെണ്ണിന് നാടറിഞ്ഞുള്ളൊരു കല്യാണം, നല്ല കൊട്ടും കുരവയും മേളത്തിലുള്ളൊരു കല്യാണം, നിന്റെ സീമന്തരേഖയിൽ ചാത്തി നല്ല സിന്ദൂരം. അങ്ങനെ ഗുരുക്കുമാരൊന്ന് സ്മരിക്കും. എനിക്ക് അങ്ങനെ ഓർക്കാണ് ഇപ്പോൾ. കാരണം ആദ്യമായിട്ട് എന്നെ സ്റ്റുഡിയോയിൽ പാട്ട് പാടാനായിട്ട് കൊണ്ടുപോയത് ഗിരീഷാരനാണ്, എൻ്റെ ആശാൻ ഗിരീഷ് മുരിയാട്. അതുപോലെ തന്നെ വല്യാശാൻ, ബാലാശാൻ, രമേഷ് മുരിയാട്, ഇവരൊക്കെ ആയിരുന്നു എന്നെ ഈ ചിന്തുപാട്ടിലേക്കും ഈ കല എന്നൊരു പാട്ടിൻ്റെ ലോകത്തേക്ക് കൊണ്ട് വരാനുള്ള കാരണം. നമ്മുടെ ഓരോ ഉയർച്ചയിലും നമ്മളെപ്പോഴും അവരെപ്പോഴും ഓർക്കാറുണ്ട്. അനുഗ്രഹം ഞാനിപ്പോൾ പോരുമ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റിയതിൽ, അതുപോലെ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ എനിക്ക് ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അജിമാഷിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരുവിധം കരിങ്കാളി തൊട്ടുമായാലും നമ്മൾ ചെയ്യുന്ന പാട്ടുകളൊക്കെ ആയാലും കൂടുതൽ പ്രോഗ്രാം ചെയ്ത അജിമാഷാണ്. നമ്മൾ അജിമാഷിക്ക് ഒരു പൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 പൂക്കളൊന്നും തരും. അതാണ് അജിമാഷ്. അങ്ങനെ ഒരുപാട് ഓർക്കാൻ പറ്റിയ കുറേ മൂമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഷൈജേട്ടനായാലും കണ്ണനേട്ടനായാലും നമ്മളെന്തൊരു കാര്യം നമുക്കൊരു മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരും കുറേ കാര്യങ്ങൾ. അവരൊക്കെ നമ്മുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇരിക്കാൻ കാരണം. ഒരു ഒത്തുകൂട്ടായ്മയാണ് എല്ലാവരായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം എത്താൻ പറ്റിയത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇനിയും വളരെ ദൂരം പോകാനുണ്ട്. അപ്പോൾ 24 ലക്ഷത്തിലൊന്നുമല്ല, അതിന് മുകളിലേക്ക് ഇനി ഇതിലും നല്ല മ്യൂസിക്കുകൾ ചെയ്യാനും അടുത്ത ലെവലിലേക്ക് പോകാനും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും മുന്നോട്ട് പോവുക. താങ്ക് യു. സന്തോഷം.